ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സപ്ലൈ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സപ്ലൈ refers to the quantity of a good or service that producers are willing and able to offer for sale at a particular price and time. സപ്ലൈ എന്ന് പറഞ്ഞാൽ ഒരു ഉൽപ്പാദക യൂണിറ്റ് ഒരു നിശ്ചിത വിലയ്ക്ക് ഒരു നിശ്ചിത സമയത്തെ കമ്പോളത്തിൽ വിൽക്കാൻ തയ്യാറായ ഉൽപ്പന്നത്തിൻ്റെ അളവിനെ പ്രധാനം അഥവാ സപ്ലൈ എന്ന് പറയാം. അതായത് ഒരു പ്രൊഡ്യൂസറിൻ്റെ ഒരു യൂണിറ്റ് എന്ത് ചെയ്യാണ്, ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈമിൽ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വിൽക്കാൻ തയ്യാറായിട്ടുള്ള ഓഫറായിട്ടുള്ള അല്ലെങ്കിൽ വിൽക്കാനായിട്ട് ഒരു വില്ലിംഗ് ആയിട്ടുള്ള ആ വസ്തുവിൻ്റെ അളവിനെ എന്ത് പറയാം, സപ്ലൈ അഥവാ പ്രധാനം എന്ന് പറയാം. ദെൻ പ്രധാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് നെക്സ്റ്റ് ടോപ്പിക്. ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് സപ്ലൈ. സപ്ലൈനെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഫസ്റ്റ് ഘടകമാണ് ടെക്നോളജി പ്രോഗ്രസ് അഥവാ സാങ്കേതിക വിദ്യ. ദെൻ സെക്കൻഡ് ഘടകമാണ് ഗവൺമെൻറ് ടാക്സേഷൻ അഥവാ ഗവൺമെൻറ്റിൻ്റെ നികുതി നയം. ദെൻ തേർഡ് ഫാക്ടർ പ്രൈസ് ഓഫ് ദി കമോഡിറ്റി അഥവാ വസ്തുവിൻ്റെ വില. ദെൻ ഫോർത്ത് വൺ പ്രൈസ് ഓഫ് അതർ റിലേറ്റഡ് ഗുഡ്സ് അഥവാ മറ്റു ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലകൾ. ആൻഡ് ഫൈനലി പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ഘടകങ്ങളുടെ വിലകൾ. ഇത്രയും ഘടകങ്ങളാണ് സപ്ലൈനെ നിർണ്ണയിക്കുന്നത്. അത് സപ്ലൈ അഥവാ പ്രധാനത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പറഞ്ഞത്. വസ്തുവിൻ്റെ വില, മറ്റു ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലകൾ, ഉൽപ്പാദന ഘടകങ്ങളുടെ വിലകൾ, ഗവൺമെൻറ് നികുതി നയം, സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം അഥവാ ഗോൾസ് ഓഫ് ദി ഫേംസ്. ഇത്രയും ഘടകങ്ങളാണ് ഏതിനെ നിർണ്ണയിക്കുന്നത്? സപ്ലൈനെ നിർണ്ണയിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സപ്ലൈ ഫംഗ്ഷൻ അഥവാ പ്രധാന ധർമ്മം. വിലയും പ്രധാനവും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്നതാണ് പ്രധാന ധർമ്മം. അതായത് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് എന്ത് പറയുക, സപ്ലൈ ഫംഗ്ഷൻ അഥവാ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്. അതിന് ചില ലെറ്റേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് സൂചിപ്പിക്കാവുന്നതാണ്. ആ ലെറ്റേഴ്സ് ഏതൊക്കെയെന്ന് നോക്കാം. സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഓഫ് PN PR PF TTRG എന്നതിനെ പറയാം. അപ്പോൾ സപ്ലൈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതിനെ ചില ലെറ്റേഴ്സ് യൂസ് ചെയ്ത് സൂചിപ്പിച്ച് കഴിഞ്ഞാൽ PN PR PF TTRG എന്നതിനെ പറയാം. അപ്പോൾ അതിൽ ഓരോ ലെറ്റേഴ്സും എന്താണ് സൂചിപ്പിക്കുന്നത് നോക്കാം. SN അഥവാ N എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ, സപ്ലൈ ഓഫ് എൻ ഗുഡ്. N എന്ന വസ്തുവിൻ്റെ സപ്ലൈ അഥവാ പ്രധാനം, N എന്ന ഉൽപ്പന്നത്തിൻ്റെ പ്രധാനം. ദെൻ PN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രൈസ് ഓഫ് എൻ ഗുഡ്, N എന്ന് പറഞ്ഞ ഉൽപ്പന്നത്തിൻ്റെ വിലയാണ്. ദെൻ PR എന്ന് പറഞ്ഞാൽ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ് അഥവാ മറ്റു ബന്ധപ്പെട്ട വസ്തുക്കളുടെ വിലകൾ. ദെൻ PF എന്ന ലെറ്റർ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അഥവാ ഉൽപ്പാദന ഘടകങ്ങളുടെ വിലകൾ. ദെൻ T മീൻസ് ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ടെക്നോളജി അഥവാ സാങ്കേതിക വിദ്യയാണ് എന്ത് T എന്ന് പറയുന്നത്. ദെൻ TR എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ടാക്സേഷൻ അഥവാ ഗവൺമെൻറ്റിൻ്റെ നികുതി നയമാണ്. ദെൻ ഫൈനലി G മീൻസ് എന്താ, ഉൽപ്പാദകൻ്റെ ഗോൾസ് അഥവാ ലക്ഷ്യങ്ങൾ. ഇത്രയാണ് സപ്ലൈ ഫംഗ്ഷനെ നിർണ്ണയിക്കുന്ന ചില ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ധർമ്മം നിർവഹിക്കുന്ന ചില ലെറ്റേഴ്സും. ദെൻ നെക്സ്റ്റ് ആണ് ലോ ഓഫ് സപ്ലൈ. വിലയും പ്രധാനവും തമ്മിലുള്ള പോസിറ്റീവ് ബന്ധത്തെയാണ് പ്രധാന നിയമം അറിയുക. അപ്പോൾ ദർ ഈസ് എ പോസിറ്റീവ് റിലേഷൻ ബിറ്റ്വീൻ സപ്ലൈ ആൻഡ് പ്രൈസ് ഓഫ് കമോഡിറ്റി. സപ്ലൈയും പ്രൈസ് ഓഫ് ദി കമോഡിറ്റിയും തമ്മിൽ എന്തുണ്ട്, ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ട്. ഇതിനെയാണ് എന്ത് പറയുക, ലോ ഓഫ് സപ്ലൈ അഥവാ പ്രധാന നിയമം എന്ന് പറയുന്നത്. ഇനി പ്രധാന നിയമത്തിൽ ഉൾപ്പെടുന്ന ഒരു പോയിൻ്റാണ് അതർ തിങ്സ് ബീയിങ് ഈക്വൽ വെൻ ദ പ്രൈസ് ഇൻക്രീസ് സപ്ലൈ ആൾസോ ഇൻക്രീസസ്. അതായത് മറ്റ് ഘടകങ്ങളെല്ലാം തന്നെ മാറ്റമില്ലാതെ ഇരിക്കുമ്പോൾ വില വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ പ്രധാനം വർദ്ധിക്കുന്നു, വില കുറയുമ്പോൾ പ്രധാനം കുറയുന്നു. അതാണ് പ്രൈസ് ഡിക്രീസസ് സപ്ലൈ ആൾസോ ഇൻക്രീസസ്, പ്രൈസ് ഇൻക്രീസസ് സപ്ലൈ ആൾസോ ഇൻക്രീസസ്. അതായത് എന്താ പറയുന്നത്, പ്രൈസ് കൂടുകയാണെങ്കിൽ വില കൂടുകയാണെങ്കിൽ സപ്ലൈയും കൂടുന്നു, വില കുറയുകയാണെങ്കിൽ സപ്ലൈയും കുറയുന്നു. അതർ തിങ്സ് ബീയിങ് ഈക്വൽ, മറ്റു തിങ്സ് അല്ലെങ്കിൽ മറ്റ് ഘടകങ്ങൾക്ക് അവിടെ എന്തില്ല, മാറ്റമില്ലാതിരിക്കണം. എങ്കിലാണ് ഈ ലോ ഓഫ് സപ്ലൈ വർക്കാവുകയുള്ളൂ. ഇതാണ് ലോ ഓഫ് സപ്ലൈ അഥവാ പ്രധാന നിയമം എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സപ്ലൈക്കർ. അതായത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സപ്ലൈ ഷെഡ്യൂൾ. പ്രധാന പട്ടികയുടെ പ്രധാനത്തെ നിർണ്ണയിക്കുന്ന ഒരു പട്ടികയെ ഒരു കർവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെന്തു പറയാം, സപ്ലൈ കർവ് എന്ന് പറയാം. അതുപോലെ തന്നെ കമ്പോള പ്രധാന പട്ടിക അഥവാ മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂളിനെ ഒരു ഗ്രാഫിലേക്ക് കർവായിട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, മാർക്കറ്റ് സപ്ലൈ കർവ് എന്ന് പറയാം. ഇതാണ് മാർക്കറ്റ് സപ്ലൈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് പ്രൈസ് തന്നിട്ടുണ്ടാവും, ക്വാണ്ടിറ്റീസ് വിവിധ തരത്തിലുള്ള ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ടാവും. ഇതെല്ലാം കൂടി എന്ത് ചെയ്യുന്നു, ഒരു ഗ്രാഫിലോട്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെന്ത് പറയാം, സപ്ലൈ കർവ് അഥവാ ഇവിടെ കൊടുത്തിരിക്കുന്നത് മാർക്കറ്റ് സപ്ലൈ കർവാണ്. ദെൻ നെക്സ്റ്റ് ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ. ഒരു സാധനത്തിൻ്റെ വിലയിൽ
ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി അതിൻ്റെ പ്രധാനത്തിലുണ്ടാകുന്ന പ്രതികരണത്തിൻ്റെ തോതിന് എന്തു പറയാം? വില ഇലാസ്തികത എന്ന് പറയാം. അതായത് ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് സപ്ലൈ ഡ്യൂ ടു ചേഞ്ച് ഇൻ പ്രൈസ്. ഒരു സാധനത്തിൻ്റെ പ്രൈസിലുണ്ടാകുന്ന ചേഞ്ച് അതിൻ്റെ റെസ്പോൺസീവ്നെസ് ആയിട്ട് അതിൻ്റെ സപ്ലൈയിലും ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അതിനെന്തു പറയാം? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയാം. ഈ പ്രൈസ് ഇലാസ്റ്റിസിറ്റി സപ്ലൈയെ 5 ഡിവൈഡ് ചെയ്തിരിക്കുന്നു. 5 തരംതിരിക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ. ഫസ്റ്റ് വൺ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ. ദെൻ സെക്കൻഡ് വൺ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. തേർഡ് വൺ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഫോർത്ത് വൺ ഹയർ ഇലാസ്റ്റിസിറ്റി സപ്ലൈ ആൻഡ് ലെസ് ഇലാസ്റ്റിറ്റി ഓഫ് സപ്ലൈ. ഇങ്ങനെ 5 തരത്തിൽ എന്ത് ചെയ്യാം? ഇലാസ്റ്റിറ്റി സപ്ലൈയെ തരംതിരിക്കാവുന്നതാണ്. പൂർണ്ണ ഇലാസ്തിക പ്രധാനമെന്നും പൂർണ്ണ ഇലാസ്തിക രഹിത പ്രധാനമെന്നും പൂർണ്ണ ഇലാസ്തിക പ്രധാനം അഥവാ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് സപ്ലൈ എന്ന് പറയാം. രണ്ടാമതായിട്ട് പൂർണ്ണ ഇലാസ്തിക രഹിത പ്രധാനം അഥവാ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് സപ്ലൈ. ദെൻ തേർഡ് വൺ ഏകാത്മക ഇലാസ്തിക പ്രധാനം അഥവാ യൂണിറ്ററി ഇലാസ്റ്റിക് സപ്ലൈ. ഫോർത്ത് വൺ ഉയർന്ന ഇലാസ്തിക പ്രധാനം അഥവാ ഹൈ ഇലാസ്റ്റിറ്റി സപ്ലൈ. ദെൻ ഫൈനലായിട്ട് കുറഞ്ഞ ഇലാസ്തിക പ്രധാനം അഥവാ ലെസ് ഇലാസ്റ്റിറ്റി സപ്ലൈ എന്നിങ്ങനെ 5 എന്ത് ചെയ്യാം? വില ഇലാസ്തികതയെ തരംതിരിക്കാം. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിറ്റി സപ്ലൈനെ 5 ഡിഗ്രീസായി തിരിക്കാൻ പറഞ്ഞു. 5 ഡിഗ്രീസാണ് ഈ കൊടുത്തിട്ടുള്ളത്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.